ബി.ജെ.പി. നേതാവ് വി രാജേഷ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാൻ. വി രാജേഷ്, ഇതിപ്പോൾ മൂന്നാം നാളാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ശുചീകരണ തൊഴിലാളികളാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇനി ബന്ധുക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്, ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പ്രദേശവാസി എന്ന നിലയ്ക്ക് ഈ സംഭവത്തെ എങ്ങനെയാണ് കാണുന്നത്? ഹലോ, കേൾക്കാമോ രാജേഷ്? സ്മൃതി, അങ്ങേറ്റം വേദനാജനകമായ ഒരു വാർത്തയാണ് നമ്മളൊക്കെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സംഭവിക്കുന്നത് പോലെ അദ്ദേഹം ജീവനോടെ ഏതെങ്കിലും സ്ഥലത്തുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മളൊക്കെ തന്നെ. എങ്കിലും ഒരു ആശങ്കയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും നാടിനോടുള്ളപ്പോൾ ദുഃഖത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചെയ്യേണ്ടത്, പ്രത്യേകിച്ചും ഭരണകൂടങ്ങൾ ചെയ്യേണ്ടത്, ഈ ആമേഴഞ്ചാൻ തോട്, അതുപോലെ തന്നെ പാർവതി പുത്തനാടെന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ തോടൊന്നുമല്ല. അതൊരു 10-20 കിലോമീറ്റർ ചുറ്റളവിൽ തിരുവനന്തപുരത്തിന്റെ ഈ കോർപ്പറേഷന്റെ ഒരു എൻഡ് മുതൽ മറ്റൊരു എൻഡ് വരെ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലമാണ്. ഇതിൽ ഇപ്പോൾ നമ്മൾ ഈ പ്രശ്നമുണ്ടായ സ്ഥലത്തേക്കാൾ വളരെ വളരെ വ്യാപ്തിയിലാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ വേസ്റ്റ് വർഷങ്ങളായി വന്ന് ഡംപ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ മൃതശരീരം കിടന്ന സ്ഥലം അത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ഒരു 100 മീറ്റർ മാറിയുള്ള സ്ഥലത്താണ്. അവിടെ വെള്ളം ഒഴുകി പോകാത്തത്, അവിടെ വേസ്റ്റ് വർഷങ്ങളായുള്ള വേസ്റ്റ് ഡംപ് ചെയ്ത് കിടക്കുന്നത് കൊണ്ടാണ് ഈ ഡെഡ് ബോഡി അവിടെ കിടന്നത്. അല്ലെങ്കിൽ അത് ഒലിച്ച് തിരുവല്ല ഭാഗത്തേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഇതുപോലെ മുൻപ് ഒരു സ്കൂൾ വാൻ മറിഞ്ഞിട്ട് ഈ പാർവതി പുത്തനാറിലാണ്, തൊട്ടടുത്ത ആറിൽ പാർവതി പുത്തനാർ കുറെ കുട്ടികൾ മരിച്ചത്. ഇവിടെയൊക്കെ തന്നെ ടൺ കണക്കിന് മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. ആദ്യം ഈ മാലിന്യം മുഴുവനും ഏതെങ്കിലും തരത്തിൽ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം കണ്ടെത്തുക, അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ട് ഡംപ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം കണ്ടെത്തിയതിനു ശേഷം ഇതിനെ മാറ്റി ഒരു വലിയൊരു ശ്രമം നടത്തിയാൽ മാത്രമേ ഈ അപകടത്തിൽ നമുക്ക് ഒരു പരിധി വരെ മുന്നോട്ട് പോകാൻ സാധിക്കൂ. ശരിയാണ് ശ്രീ വി രാജേഷ്. പക്ഷേ ഫലപ്രദമായ ചില പദ്ധതികൾ ഒരു കാലത്ത് നടന്നിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്.